ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെറുതായിട്ടൊരു ഡേ ഔട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കസിൻസായിട്ടൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ മേമയുടെ വീട്ടിലേക്കാണ് പോകുന്നതിന് മുന്നേ അച്ഛൻസ് ബേക്കറിയിലേക്ക് കയറിയിട്ട് നമ്മൾ കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ചു കേട്ടോ. അതേ നല്ല നല്ല പുതിയ ബേക്കറീസ് ഉണ്ടായിരുന്നു. ഇതിൽ കുറേ കേക്കും ഡോണറ്റ്സും അതുപോലെ തന്നെ ഇത് മൈസൂർ പാക്കിൻ്റെ ഒരു വിവിധ തരത്തിലുള്ളതാട്ടോ. കണ്ടോ, ചെറിയതായിട്ട് ഹൽവ പോലെ തോന്നില്ലേ, പക്ഷേ മൈസൂർ പാക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആണ് കേട്ടോ അതൊക്കെ. പിന്നെ കുറേ കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ മേമയുടെ വീട്ടിലെത്തി. നല്ല മഴയായിരുന്നു കേട്ടോ, എത്തിയപാടെ നല്ല മഴയായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചത് കസിൻസായിട്ട് ഇത് യൂനോടെ കാർഡില്ലേ അത് കളിക്കായിരുന്നു കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, ഇവരുടെ കൂടെ അങ്ങ് കൂടിയതാണ്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കളിച്ചപ്പോൾ. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു തല്ലുകൂടലാണ് കേട്ടോ നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചായപ്പോഴത്തേ നല്ല ബിരിയാണി, അതുപോലെ മുട്ട, സാലഡ്, പപ്പടം, അച്ചാറ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടി നന്നായിട്ട് കഴിച്ചു. പിന്നെ ഞാനും ചെറിയ കുഞ്ഞനിയനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ചെറുതായിട്ടൊന്ന് പുറത്ത് കറങ്ങി കേട്ടോ. നല്ല മഴയായിരുന്നു, കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയത് നല്ല രസമായിരുന്നു കേട്ടോ പോക്ക്. പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള ചമ്മല ഫിഷ് ഫാമിക്കാട്ടോ പോയത്. ശരിക്കും ഞങ്ങൾ അങ്ങോട്ടൊന്ന് കറങ്ങാനാണ് പോയത്. ഇതേപോലെ ചെറിയൊരു റോഡിൽ കൂടെയാണ് കേട്ടോ ആ ഒരു സൈഡിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെക്ഷൻ. ഊഞ്ഞാലാടാൻ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് പ്ലേ ഗ്രൗണ്ട് പോലെ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പ്ലേ ഗ്രൗണ്ട്. ഇതേപോലെ ഇവർ വെള്ളം ഇങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിലേക്ക് പെഡലിലും അതുപോലെ തോണിയില്ലേ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ തുഴയൂലേ, അതേപോലെയുള്ള സാധനത്തെ ഇവർ മൂന്നുപേരാട്ടോ ഈ ഒരു ഇതിലേക്ക് കയറിയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഒരു പെഡലിൻ്റെ ഇതിലേക്ക് ഞങ്ങൾ കയറിയിട്ടോ. അതെ വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അത് നന്നായിട്ട് ആടുന്നുണ്ട്. ഞങ്ങളിത് ഈ ഒരു പെഡലിൻ്റെയിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ രണ്ടുപേരും പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കയറാതിരുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതേ നല്ല നല്ല കാഴ്ചകളായിരുന്നു. നമുക്ക് അധികം ആഴമൊന്നുമില്ല, ജസ്റ്റ് ഒരു നമ്മൾ അരഭാഗത്തിൻ്റെ അത്രയ്ക്ക് ആഴമുള്ളൂ. എന്നാലും അതിൽ അത്യാവശ്യം നല്ല വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഞങ്ങളിത് പോണത് രണ്ടുപേരും കൂടെ റേസിന് വേണ്ടിയിട്ടുള്ള ഒരു നൃത്തം കണ്ടത്. ഇവിടം തൊട്ട് ആ അങ്ങേറ്റം വരെയുള്ള പോക്കാണ്. ഞങ്ങൾ പെഡലിൽ ഇത് ചവിട്ടി ഞങ്ങൾ കുഴങ്ങി എന്നല്ലാണ്ട് ഞങ്ങൾ ജയിച്ചൊന്നുമില്ല കേട്ടോ. അവർ തന്നെ സ്വാഭാവികമായിട്ട് അവർ തന്നെ ജയിച്ചു. പിന്നെ അവിടെ പണ്ട് ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഇവിടുന്ന് തന്നെ പൊരിച്ചടിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഇത്രയും സംതിങ് ഉള്ളൂ. അപ്പോൾ ഞാനിതേ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിതേ അകമ്പാടം പോകുന്ന ആ ഒരു റോഡില്ലേ, അവിടെ നല്ല ചായ കുടിക്കാൻ പറ്റുന്ന നല്ല നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അവിടെ നിന്ന് കയറി ഈ ഒരു ചായ സ്റ്റോറി ഇല്ലേ അവിടെയാണ് കയറിയത് കേട്ടോ. ഇത് എല്ലാവരും സിറ്റായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് ഇവിടെയുള്ള സാധനങ്ങൾ ഇതാട്ടോ, ഇത്രയും സാമഗ്രികളുണ്ട്. പഴംപൊരിയായിട്ടും മുട്ടയായിട്ടും കാടമുട്ട, സമൂസ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ മാക്സിമം ഞങ്ങൾ പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവരിതേ ചായ, കോഫി, ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളും വാങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ക്ലൈമറ്റും ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചിറങ്ങി ഇതേ പോരുന്ന വഴിക്കുണ്ടോ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ലുക്കിലാട്ടോ പോരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൊന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇതേ മഴയൊക്കെ പെയ്യുന്നതിൻ്റെ മുന്നേ വീട്ടിലേക്ക് എത്താനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഡയറക്റ്റ് പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.